നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാക്കട്ടെ എന്ന സന്ദേശവുമായി ശ്രീകൃഷ്ണ ജയന്തി നാളിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് പാനൂർ മേഖലയിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ 6 മഹാശോഭയാത്രകൾ സംഘടിപ്പിച്ചു. ചൊക്ലി, കരിയാട്, പെരിങ്ങളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കുനിയിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര മത്തിപ്പറമ്പ്, മേക്കുന്ന്, ഗുരുജിമുക്ക് വഴി പെരിങ്ങത്തൂരിൽ സമാപിച്ചു. കരിയാട് സ്കൂൾ മാനേജറും വിമുക്ത പഠനവുമായ ബാലകൃഷ്ണൻ നമ്പ്യാർ കരിയാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷാജി മേനപ്രം, ബാബു വാണമേൽ, ദ്രുവിക, മീനാക്ഷി, വേണിക എന്നിവർ സംസാരിച്ചു. KP മഹേഷ്, ETK രമേഷ്, P രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. മന്ദാരപ്പൂമണം നിറഞ്ഞു തിങ്ങി പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ പന്നിയൂർ, പാനൂർ, എലാങ്കോട്, പാട്യം, മൊകേരി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അരയാക്കൂലിൽ നിന്നും മാക്കോൽപീടിയിൽ നിന്നും ആരംഭിച്ച 2 മഹാശോഭായാത്രകൾ പാനൂർ ടൗണിൽ സംഗമിച്ച് പാനൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. അരയാക്കൂലിൽ റിട്ടയർഡ് ടെലികോം എഞ്ചിനീയർ MP ജനാർദ്ദൻ ഉദ്ഘാടനം ചെയ്തു. മാക്കോൽപീടിയിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ഡോക്ടർ ഷംന രാജൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപറമ്പ്, തൃപ്പങ്ങോട്ടൂർ, പുത്തൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുന്നോത്തുപറമ്പിൽ നിന്ന് ആരംഭിച്ച് ചെറുപറമ്പ് വഴി വടക്കേപ്പോലൂർ സമാപിച്ചു. ശോഭായാത്ര BHP കൊങ്കൺ പ്രാന്ത സഹ സംയോജകൻ NK രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊയിലൂർ, വിളക്കോട്ടൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കല്ലിക്കണ്ടി ശ്രീകൃഷ്ണ മഠം പരിസരത്ത് നിന്നും ആരംഭിച്ച് തൂവക്കുന്ന് വഴി പൊയിലൂർ ശ്രീ സരസ്വതി വിദ്യാപീഠം സ്കൂൾ പരിസരത്ത് സമാപിച്ചു. ശോഭായാത്ര പൊയിലൂരിൽ N രാഘവൻ ഉദ്ഘാടനം ചെയ്തു. മയ്യഴി മേഖലയിൽ പന്തക്കൽ ശ്രീകൃഷ്ണ മഠത്തിൽ നിന്ന് ആരംഭിച്ച് ഇരട്ടപ്പിലാക്കൂൽ, കൊയ്യോട്, പുത്തനമ്പലം ശ്രീ ശാസ്ത മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. ശോഭായാത്ര ജപ്പാൻ ഡെൻസ് ബ്ലാക്ക് ബെൽറ്റ് സൻസായി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്നീ സന്ദേശമുയർത്തിയാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചത്. ശോഭായാത്രയിൽ ഉറിയടി, പൗരാണിക വേഷം ധരിച്ച നിശ്ചല ദൃശ്യങ്ങൾ, ഗോപിക നൃത്തം, യോഗ് ചാപ്പ്, വാദ്യമേളങ്ങൾ എന്നിവയുണ്ടായിരുന്നു.
ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ചിറ്റാരിപ്പറമ്പ് മണ്ണന്തറയിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര പൂവത്തുംകിളിയിൽ സമാപിച്ചു. ഉണ്ണിക്കണ്ണന്മാരും നിശ്ചല ദൃശ്യങ്ങളും ഗോപിക നൃത്തവും ഉറിയടിയും ശോഭായാത്രക്ക് മിഴിവേകി. നിരവധി പേരാണ് ശോഭായാത്ര കാണുവാൻ റോഡിന്റെ ഇരുഭാഗങ്ങളിലും കാത്തുനിന്നത്. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ.